ചെട്ടിക്കാട് തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രദർശനം ഭക്തിസാന്ദ്രമായി. വിശുദ്ധ അന്തോണീസിന്റെ ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ മെയ് 14 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനൊരുക്കമായുള്ള നവനാൾ ചൊവ്വയുടെ സമാപനത്തോടനുബന്ധിച്ച് 1975 ജനുവരി 7 അഭിവന്ദ്യ ജോസഫ് കേളന്തറ പിതാവ് പ്രതിഷ്ഠ നടത്തിയ വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത പ്രദക്ഷിണമായി വിശ്വാസികളുടെ അരികിൽ പൊതുവണക്കത്തിനായി കൊണ്ടുവന്നത് വിശ്വാസികൾക്ക് ഭക്തിസാന്ദ്രമായ അനുഭവമായി. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ തുടർച്ചയായി ദിവ്യബലി, നൊവേന, ആരാധന, തിരുശേഷിപ്പ് പ്രദക്ഷിണം എന്നിവ നടന്നു. തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നതിനും വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുതരൂപം ദർശിക്കുന്നതിനും പൊന്നാവ് നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആന്റണി ചില്ലട്ടശ്ശേരി, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.
സഹോദരീ സഹോദരന്മാരെ, ചെട്ടിക്കാട് അന്തോണീസ് പുണ്യവാൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ബെന്നിയച്ചനാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. 2024 വർഷത്തിലെ ചെട്ടിക്കാട് പുണ്യവാൻ്റെ ഊട്ടുതിരുനാൾ മെയ് മാസം 14-ാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. മെയ് മാസം 7-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച ആഘോഷമായിട്ടുള്ള കൊടിയേറ്റത്തോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. രാവിലെ 10:15 കൊടിയേറ്റം. കണ്ണൂർ ബിഷപ്പ് അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ് ഇവിടെ വന്ന് ആ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5:30 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും. 14-ാം തീയതി ആണ് ആഘോഷമായ സൗഖ്യദായകമായ ഊട്ടുതിരുനാൾ. അന്ന് കോട്ടപ്പുറം ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തിരുനാൾ ദിവ്യബലി 10:30 മണിക്കാണ്. 10:15 അദ്ദേഹം ഊട്ടുനേർച്ച ആശീർവദിക്കുന്നു. അപ്പം മുതൽ ഊട്ടുനേർച്ച വിതരണം ആരംഭിക്കും. രാത്രി വൈകുന്നത് വരെ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഊട്ടുനേർച്ച ഭക്ഷണമായിട്ട് സൗഖ്യദായകമായിട്ടുള്ള നൽകുന്നുണ്ട്. ഏതാണ്ട് 1,00,000-ഓളം പേരൊക്കെ വന്ന് എല്ലാ വർഷവും സംബന്ധിക്കുന്ന ഒരു തിരുനാളാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് അന്തോണീസ് പുണ്യവാൻ്റെ അഴുകാത്ത നാവിന് തിരുശേഷിപ്പ് കൊണ്ടുള്ള എടുത്തുകൊണ്ടുള്ള പ്രദക്ഷിണമായിരുന്നു. പ്രത്യേകിച്ച് തിരുനാളിന് ഒരുക്കമായി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു തിരുക്കർമ്മമായിരുന്നു അത്. ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അഴുകാത്ത നാവിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രദക്ഷിണത്തിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തു, അനുഗ്രഹീതരായിട്ട് തിരിച്ചു പോകുന്നു. ഇനിയും എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. തിരുനാളാഘോഷങ്ങളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി.